ഈ സമയത്താണ് പുള്ളി അവിടെ നിന്ന് പറയുന്നത് ഗംഗാവലി പുഴയിൽ അങ്ങനെ അർജുനെ ഇട്ടു പോകാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിച്ചതും അത് സോഷ്യൽ മീഡിയ ഏറ്റുപിടിച്ചും അതുകൊണ്ട് തന്നെ അവന്റെ രോഗം കണ്ണുകടിയാണെന്ന് അവർക്ക് എനിക്ക് മനസ്സിലായി. അതിന്റെ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താ. അനുഭവിച്ച വീർക്കൂട്ടൽ നിനക്ക് അറിയില്ലടാ. എന്തായിരുന്നാലും ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതലായിരിക്കില്ല. ഈ കാലത്ത് നല്ലത് കാണാൻ ആളുകൾക്ക് കണ്ണില്ല, എനിക്ക് അതാ പേടി. അപ്പൊ ഈ തെരുവിൽ ഒരു കുംഭസാരം നടക്കാൻ പോകുന്നു. നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് എന്താ സാറേ പ്രശ്നം? പക്ഷെ അർജുന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവൻ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാൻ ഞാൻ എന്ത് തെറ്റ് രാമേട്ടാ? പക്ഷെ എല്ലാവരോടും സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് ആ സെന്റിമെന്റ്സിന്റെ മുകളിൽ കയറി ജീവിക്കുക. ഞാൻ മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? മാൽപ്പയെ കൊണ്ടുവന്നത് മനാഫ്കയാണ്. ഈ മനാഫ്കയും മാൽപ്പയും പിന്നെ അവിടെ ബർജറും വെച്ചിട്ടൊരു നാടക പരമ്പരയായിരുന്നു. അത് കറക്റ്റായിട്ട് അവിടെയുള്ള മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം. നമ്മൾ സന്മനസ് കൊണ്ട് ചെയ്യുന്നതൊന്ന്, അവർ ധരിക്കുന്നത് മറ്റൊന്ന്. ഇപ്പൊ കണ്ടില്ലേ? എനിക്കിത് കിട്ടണം. ആത്മാർത്ഥതയ്ക്ക് ഇപ്പൊ ഈ നാട്ടിൽ ഇതാണ് പ്രതിഫലം. അന്നൊന്നും ഞങ്ങൾക്ക് ഇത് പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇപ്പൊ പറയിപ്പിച്ചതാണ്. എന്ത് നെറികളാണോ നീ പറയുന്നേ? വെറുതെ വഴിയെ പോണ നായെ വിളിച്ചു വരുത്തി ഒന്ന് നക്കിയിട്ട് പോയെന്ന് പറഞ്ഞ പോലെ. അർജുൻ നഷ്ടപ്പെട്ടു, യാഥാർത്ഥ്യമാണ് എന്ന് കരുതി ഞങ്ങൾ ആരുടെയും മുന്നിൽ പോയിട്ട് പിച്ച തെണ്ടേണ്ട ആവശ്യം നിലവിൽ ഞങ്ങൾക്കില്ല. ഇതുകൊണ്ടുണ്ടാകാവുന്ന ഗുണവും ദോഷവും ഞാൻ അനുഭവിച്ചോളാം. നിന്റെ ഈഗോ, നിന്റെ കോംപ്ലക്സ്, അതാണ് നിന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. ജസ്റ്റിഫിക്കേഷൻ ഒന്നും ഞാനില്ല. പല രീതിയിൽ നിന്ന് പല കോണിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. മനസ്സാ വാചാ കർമ്മണ ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് ഈ കുഞ്ഞു പറയുന്നത്. ഇവർ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി പൊക്കുന്നതും ഇതെല്ലാം അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോടും കുടുംബത്തിനോടും സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പോത്തിന്റെ പുറത്തെ കാക്കയുടെ വിശപ്പൻ തീരും, പോത്തിന്റെ കടിയും മാറും. അല്ലേ മാത്യു? സത്യം പറ പ്രകാശേ, എന്താ ഇതിന്റെ ഒരു ലൈൻ? ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ അർജുൻ എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതേനു. എന്നാ പിന്നെ സുഖായിനു പോരേനല്ലോ. എന്നെങ്കിലും നീ ഇതെല്ലാം മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അത് ഇത്തരത്തിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആന്റിയോട് നടക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയും. ഞാൻ എന്തോ പിരിവ് നടത്തുന്നെന്ന് പറഞ്ഞ് ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. നിനക്കിനി രാജേന്ദ്രനെ മനസ്സിലായിട്ടില്ല. എന്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്. എന്റെ അഭിമാനം ഞാൻ കരുതിപ്പോയി. വേണം ചെയ്ത ഉപകാരത്തിന് നീ എനിക്കിത് ചെയ്യണം. ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒന്ന് എന്താണ്, ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം. ഒരാളാണെങ്കിൽ ഒരാളെ ചവിട്ടിലെത്തണം. നിങ്ങൾ ആരും നല്ലത് കാണില്ല, ഒരുത്തന്റെ തെറ്റുകൾ മാത്രമേ കാണൂ. സുഹൃത്തേ, ഇത് ശരിയല്ല. ഞാൻ പറഞ്ഞ ആരോ ഓരോ തെറ്റിദ്ധരിപ്പിച്ച നിസാർ നമ്മളെ ഫാമിലിയാണ്. ഇയാള് നന്നാവുന്ന ലക്ഷണമില്ല. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഞാൻ നന്ദിയില്ലാത്തവനോ സ്നേഹമില്ലാത്തവനോ അല്ല. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവരുമായി സംസാരിച്ചത്. അതിനി പറ്റില്ല എന്നാ പറഞ്ഞത്. അങ്ങനെ വലിയ ത്യാഗം ചെയ്യാൻ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തൊന്നും അല്ലല്ലോ. ഇനി ഈ ആവശ്യവും പറഞ്ഞോണ്ട് ഈ പടിക്കകത്ത് കയറരുത്. ഇനി ഒന്നും പറയാനില്ല, കേൾക്കാനും